അത് കളിയാക്കലായി പോയി. സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന തോന്നൽ തന്നെ അവർക്കില്ല എന്ന് തോന്നുന്നു. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാവരെയും പോലെ പരിഭവം പറയാനേ കേരള ഗവൺമെൻറ്റിനും കഴിയുന്നുള്ളൂ. പോയി വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഇതിനു മുമ്പൊക്കെ BJP കേന്ദ്ര ഗവൺമെൻറ്റിലുള്ളപ്പോൾ UDF ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ന്യായമായ അവകാശം വാങ്ങിയെടുക്കാൻ പണ്ട് കഴിഞ്ഞിരുന്നു കുറേയൊക്കെ. അതിന് ചില നിരന്തര ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ അല്പം സാമർത്ഥ്യം ഇവരും കാണിക്കുന്നില്ല. ഉണ്ടാവില്ല എന്ന് ആകാശം നോക്കിയിരിക്കുകയാണ്. നിരന്തരം കേരളം അവഗണിക്കപ്പെടുന്നതിൽ കേരള ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏതായാലും അങ്ങനെയാണ്. അവർക്ക് വലിയ പൊളിറ്റിക്കൽ സ്റ്റേക്കൊന്നും കേരളത്തിലില്ല എന്ന തോന്നലായിരിക്കാം ഇത്തരത്തിൽ എല്ലായ്പ്പോഴും അവഗണിക്കുന്നതിൻ്റെ കാരണം. രണ്ട് ഗവൺമെൻറ്റുകളും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇതിന് രാഷ്ട്രീയ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വേണം. UDFന് അതുണ്ടാക്കാൻ കഴിയും.